കഴിഞ്ഞ 30 വർഷങ്ങളായി മഞ്ചേശ്വരവും കാസർഗോഡും എന്നും ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം കിട്ടാനായ ഒരു മണ്ഡലമായിരുന്നു. ബി ജെ പിക്ക് മറ്റൊരിടത്തും അടിസ്ഥാനമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും തുടർച്ചയായി രണ്ടാം സ്ഥാനം നേടിക്കൊടുക്കുന്ന മണ്ഡലങ്ങളാണ് കാസർഗോഡും മഞ്ചേശ്വരവും. അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിലും വലിയ പ്രതീക്ഷ വർക്ക് ചെയ്യുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ മംഗലാപുരത്തുള്ള ബി ജെ പിയുടെ ശക്തിയും മറ്റും അതിൻ്റെ ഒരു പരിധി തീർച്ചയായിട്ടും മഞ്ചേശ്വരത്ത് നിർണായകമായി ബി ജെ പിയെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ബി ജെ പി അടിക്കടിയായി പ്രവർത്തനം നടത്തിയതും ഒരു സമയത്ത് കുറേ കാലം മുമ്പ് 1987 തോന്നുന്നു ബി ജെ പി നേതാവ് കെ ജി മാരാർ 960 വോട്ടിന് തോറ്റ ഒരു ചരിത്രം ഉണ്ട്. അത് കഴിഞ്ഞ് 2016 കെ സുരേന്ദ്രൻ 88 വോട്ടിന് പരാജയപ്പെട്ട ഒരു പശ്ചാത്തലവുമുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ബി ജെ പിക്ക് വളരെ ശക്തമായ ഒരു സാധ്യതയുള്ളൊരു മണ്ഡലമായിട്ട് മഞ്ചേശ്വരം കാണാം. പക്ഷെ അവിടെ വിജയിക്കാത്തതിൻ്റെ ചരിത്രം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. കാരണം ക്രോസ് വോട്ടിംഗ്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് നിശ്ചയമായും യു ഡി എഫിലേക്ക് വരുന്നൊരു പശ്ചാത്തലമാണ്. അപ്പോൾ എൽ ഡി എഫ് യു ഡി എഫിന് വോട്ട് മറിച്ച് ബി ജെ പിയുടെ വിജയം തകർക്കുന്നതാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ കാണുന്നത്. ഒരു പരിധിവരെ കാസർഗോഡ് അതുകൊണ്ട്. അപ്പോൾ മഞ്ചേശ്വരത്താണ് അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണുന്നത്. അതുകൊണ്ട് സുരേന്ദ്രനത് വീണ്ടും മത്സരിക്കാൻ, അവിടെ എനിക്ക് തോന്നുന്നു 3ാം തവണയാണ് അദ്ദേഹം വീണ്ടും മത്സരിക്കാനായി മഞ്ചേശ്വരം തിരഞ്ഞെടുത്തത്. മഞ്ചേശ്വരത്തെ ശക്തമായ പ്രസൻസ് സുരേന്ദ്രനുള്ളപ്പോഴും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് യു ഡി എഫിൻ്റെ പിന്തുണ വളരെ ശക്തമായിട്ട് കിട്ടുന്നത് കൊണ്ട് സിറ്റിംഗ് സീറ്റായി മാറിയ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും യു ഡി എഫും വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. പക്ഷേ ഇത്തവണത്തെ പശ്ചാത്തലത്തിൽ അവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എൽ ഡി എഫ് അവിടെ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാളെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയത്. അത് ബി ജെ പിക്ക് ദോഷം ചെയ്യുമോ എന്നുള്ളൊരു സാധ്യത. മറിച്ചൊരു ന്യൂനപക്ഷ മേഖലയിൽപ്പെട്ട ഒരാളാണ് നിന്നിരുന്നെങ്കിൽ അത് കൂടുതൽ യു ഡി എഫിന് ദോഷം ചെയ്യുമായിരുന്നു. അപ്പോൾ യു ഡി എഫ് അത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ച് ബി ജെ പിയുമായി എൽ ഡി എഫിന് ഡീലുണ്ട് എന്നുള്ള ആരോപണം ഇത്തരം പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നതാണ്. ഇപ്പോഴും ഡീലിനെക്കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ അതിന് പ്രസക്തിയില്ല. കാരണം അവിടെ എൽ ഡി എഫ് കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്ന ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ തമ്മിൽ ക്രോസ് വോട്ടിങ്ങിനുള്ള സാധ്യത തീരെ കുറവാണ്. എസ് ഡി പിയുടെ പ്രസക്തി ഇപ്പോൾ മഞ്ചേശ്വരത്തും കാസർഗോഡുമൊക്കെ തീർച്ചയായിട്ടും എസ് ഡി പി ഐക്ക് വേരോട്ടമുണ്ട്. അത് വലിയ ശക്തമായ വേരോട്ടമുണ്ട്. എസ് ഡി പി ഐ മുസ്ലിം ലീഗിനെതിരായി പ്രവർത്തിക്കുന്ന വലിയൊരു ശക്തി ആ മേഖലയിലുണ്ട് എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ എസ് ഡി പി ഐക്ക് നല്ല വേരോട്ടമുണ്ട്. അതൊരു മുസ്ലിം ലീഗ് വിരുദ്ധ പാർട്ടിയായിട്ടാണ് അത് വന്നത്. ആ നിലയ്ക്ക് ഒരുപാട് ആക്ഷേപങ്ങൾ ആ പാർട്ടിയെക്കുറിച്ചുണ്ട്. പക്ഷേ എസ് ഡി പി ഐ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് വലിയ വിവാദത്തിന് കാരണമാക്കി. അത് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതാണ്. ആ വിവാദം തീർച്ചയായിട്ടും എൽ ഡി എഫിന് ദോഷം ചെയ്യുമോ എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ ഇവിടെ എസ് ഡി പി സ്ഥാനാർത്ഥി അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് അത് പ്രത്യക്ഷത്തിൽ അത് യു ഡി എഫിന് ഗുണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ നല്ല അണികളുള്ള എസ് ഡി പി ഐ ഒരു പക്ഷേ വോട്ട് ചെയ്യുന്നത് സി പി എം സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടാണെങ്കിലോ, പ്രത്യേകിച്ച് എസ് ഡി പി ഐ എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതും എൽ ഡി എഫ് അത് സ്വീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ എൽ ഡി എഫിലേക്ക് എസ് ഡി പി ഐ വോട്ടുകൾ വന്നാലോ, യു ഡി എഫിൻ്റെ വിജയത്തിനാണ് പിൻവലിച്ചതെന്ന് പറഞ്ഞെങ്കിലും ആൻറ്റി മുസ്ലിം ലീഗ് പൊസിഷനുള്ള എസ് ഡി പി ഐ ആ വോട്ടുകൾ യു ഡി എഫ് കാൻഡിഡേറ്റിന് ചെയ്യാൻ വലിയ സാധ്യതയില്ല. അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിത്തിലേക്ക് പോകുമെങ്കിൽ അതൊരു പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു വിധിയായിട്ട്, തിരഞ്ഞെടുപ്പ് വിധിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിലായി ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം അവസാന നിമിഷത്തിൽ മുസ്ലിം ലീഗിനും യു ഡി എഫിനും ഗുണം ചെയ്യുമെങ്കിൽ ഇപ്പോഴത്തെ എസ് ഡി പി ഐ നിലപാട് അത് പ്രത്യക്ഷത്തിൽ യു ഡി എഫിന് ഗുണം ചെയ്യാൻ വേണ്ടി പിൻവലിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ എല്ലാ നയങ്ങളുടെയും പ്രഖ്യാപനത്തിൽ കേരളത്തിൽ ഇത്തവണത്തെ എസ് ഡി പിയുടെ പിന്തുണ ഇടതുപക്ഷത്തിനാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ ആ വോട്ടുകൾ ഇടതുപക്ഷത്തിനല്ലേ പോകാൻ സാധ്യതയുള്ളൂ. അതല്ലെങ്കിൽ അവർ നോട്ടയ്ക്ക് വോട്ട് ചെയ്യണം, അതുമല്ലെങ്കിൽ എസ് ഡി പി വോട്ടേഴ്സ് വരാതിരിക്കണം. ഇത് രണ്ടും സംഭവിക്കാൻ സാധ്യതയില്ല. അതിനേക്കാൾ ഇടതുപക്ഷത്തിനാണ് ആ വോട്ട് എസ് ഡി പി ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പരിഗണിച്ചാൽ അത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് വലിയൊരു വെല്ലുവിളിയാവും. അപ്പോൾ വളരെ താല്പര്യമുള്ള രസകരമായ ഒരു ത്രികോണ മത്സരമാണ് ഈ മേഖലയിൽ കാണുന്നത്. പ്രത്യേകിച്ച് ബി ജെ പിക്ക് പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ മഞ്ചേശ്വരം ബി ജെ പിയെ ഒരു കാരണവശാലും ജയിപ്പിക്കില്ല എന്നുള്ള വാശിയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും യു ഡി എഫും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളും, ഇതിനോടൊപ്പം ക്രോസ് വോട്ടിംഗ് വന്ന് എസ് ഡി പി ഐ മറിച്ച് വോട്ട് യു ഡി എഫിന് ചെയ്താൽ തീർച്ചയായിട്ടും അത് യു ഡി എഫിന് ഗുണം ചെയ്യും. ഇങ്ങനെയുള്ള
ഒരു രാഷ്ട്രീയ പ്രക്രിയയും രസതന്ത്രവുമാണ് നമുക്ക് മഞ്ചേശ്വരം നിയോജകമണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത്.